നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. ഹായ് കൂട്ടുകാരെ, നന്മകൾ ചാലിച്ച രസക്കൂട്ടുകളുമായി എത്തുന്ന ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നിഷ്കളങ്കരായ നമ്മുടെ കൂട്ടുകാരുടെ കഥ കാണാൻ പോകാം. കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ പഠന ജീവിതത്തിന്റെ ഒരു വലിയ കടമ്പ കഴിഞ്ഞെങ്കിൽ, അതായത് കോളേജ് ജീവിതം അവസാനിച്ചെന്ന്. അവസാനിച്ചത് പറയുന്നത് പഠിക്കുന്നവർക്ക് ഇനി മുന്നോട്ട് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. ആദ്യം ഈ എഴുതിയ പരീക്ഷ ഒന്ന് പാസ്സാകട്ടെ, പിന്നല്ലേ യാത്ര. ഇക്കാലത്ത് പഠിച്ചുകൊണ്ടൊരു കാര്യമില്ലേ, എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം. അതെ, അതാണ് ലാഭം, അതാണ് കാര്യം. ഞാൻ എന്തായാലും ഒരു കാര്യമൊക്കെ തീരുമാനിച്ചു. എന്താണ്? ഞാൻ ഇനി തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അതെന്റെ കാര്യം. നിങ്ങളെ എന്താ ചിരിക്കുന്നത്? പഠിക്കാൻ തീരുമാനിച്ചു. ശരി, നിങ്ങളെന്നെ കളിയാക്കുന്നു പെട്ടിട്ട് കളിയാക്കണ്ടല്ലേ. ചിരിച്ച് ചിരിച്ച് കളിച്ച് വന്നു. ഞാൻ പോവാ. നിങ്ങൾ ബിസിനസ് ഒക്കെ പ്ലാൻ ചെയ്ത് ലാഭം കിട്ടിട്ട് വന്നാ മതി. എനിക്ക് തിരക്കുണ്ട് കേട്ടാ. സംഗതി എന്തൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ജോലി കണ്ടെത്തണുണ്ടോ നമ്മള്? പണം ഉണ്ടാക്കാനല്ലേ. അതിനിപ്പോ എന്തൊരു വഴി? അതൊക്കെ റെഡിയാവും. അതെന്താ വഴി? പറയ്. എന്തെങ്കിലും പണി നോക്കാമെന്നേ. അങ്ങനെ നീങ്ങ വന്ന് നമുക്ക് ഗ്രീൻ കോഫി ഹൗസിൽ കട്ട്ലേറ്റ് നടക്കാവുന്ന കാര്യം അതാ. നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഒരാള് പോലും ഇതുവഴി വന്നില്ല. ആരെങ്കിലും വരും പപ്പീസേ, വിഷമിക്കാതെ. അതല്ല, ഇവിടെ നമ്മുടെ പരിപാടി വിജയിക്കുമ്പോതാ സംശയം. സ്നേഹിക്കാനും സഹായിക്കാനും മനസ്സുള്ളവരും കലാസ്നേഹികളും ഉണ്ടെങ്കിൽ പിന്നെ എന്ത് പ്രശ്നം? അവസാനം പറഞ്ഞതുണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് ആദ്യത്തെയാ, സ്നേഹവും സഹായവും. തീർച്ചയായും നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും വരുന്നേ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ മോട്ടു, വിഷമം തോന്നരുത്. എന്ത് വിഷമം? ദൈവം നമ്മെ സൃഷ്ടിച്ചത് അന്ധന്മാരായിട്ടാ. ജീവിതം ഏതു വിധത്തിലാണെങ്കിലും ജീവിച്ചു തീർക്കണം. പറഞ്ഞത് നേരാ. ദൈവം നമുക്ക് പാടാനുള്ള കഴിവ് തന്നിട്ടുണ്ടല്ലോ. അതെ, അതുകൊണ്ട് നമ്മള് മാന്യമായിട്ട് ജീവിക്കുന്നു. ഒരു കാര്യം ഓർത്താ വിഷമിക്കേണ്ട കാര്യമില്ല. ചില ആളുകൾക്ക് കേൾവി ശക്തിയില്ല, ചില ആളുകൾ ഊമ, ചിലർക്ക് നടക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ നോക്കുമ്പോ നമ്മൾ ഭാഗ്യവാന്മാരാ. അതെ, നമുക്ക് ഇത്രയും കഴിവ് തന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. തീർച്ചയായും. എന്തോ ശബ്ദം. ആരോ നടന്നു വരുന്നുണ്ടല്ലോ. കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട്. ഹലോ, അതെ. ഹലോ, ഇങ്ങോട്ടൊന്ന് വരാമോ? വരാമോ? ഞങ്ങളൊന്ന് സഹായിക്കാമോ? ഹലോ, ഞങ്ങളെ സഹായിക്കണേ. ഹലോ, ഇങ്ങോട്ടൊന്ന് വരാമോ?
ഞങ്ങളെ സഹായിക്കാമോ? ആരാ? നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരേന്ന് വരുന്നവരാ. എവിടേക്കാ? അങ്ങനെ എവിടേക്കൊന്നുമില്ല, നാടോടികളാ. കാഴ്ചശക്തി ഇല്ലാത്ത 2 നാടോടികൾ. അയ്യോ, ഞങ്ങള് ചെറിയൊരു പാട്ട് സംഘമാ. കാഴ്ചശക്തി ഇല്ലാത്തവരുടെ ഉപജീവന മാർഗമാണ് ഇത്. അതെ, ഓഹോ, ഞങ്ങൾക്ക് ഇവിടെ വലിയ പരിചയമൊന്നുമില്ല. എവിടെ എങ്ങോട്ട് പോണെന്ന് നിശ്ചയവുമില്ല. അത് പേടിക്കണ്ട. അതെ, ഞാനുണ്ട്. എന്ത് സഹായിക്കും? വളരെ നന്ദി. അതെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഒരുപാട് ആളുകൾ കൂടുന്നൊരു സ്ഥലത്തേക്ക് ഒന്ന് എത്തിക്കാമോ? അത്രേ ഉള്ളോ? അത് ഞാൻ ഏറ്റു. വളരെ ഉപകാരം. ഇതൊക്കെ ഞാൻ എടുക്കാം. എന്റെ ബാഗ്. ഇത് ഞാൻ എടുക്കാം. ഓ കുറെ നേരമായല്ലോ. ഗംഭീര പാട്ടാണെന്ന് പറയുന്നത്. എന്താ സംഭവം എന്ന് പറ. പറ ഉം. കേക്കട്ടെ. പാട്ടെന്ന് പറഞ്ഞാ നമ്മള് റിയാലിറ്റി ഷോയിൽ കേൾക്കുന്നതിനേക്കാൾ ഗംഭീരം. അവര് കണ്ടിട്ടില്ലല്ലോ. അതെ. അന്തന്മാരാ. പക്ഷെ പാട്ട് കേൾക്കണം. സൂപ്പർ ഹിറ്റാ. പക്ഷെ പാവങ്ങൾക്ക് നമ്മൾ എന്തേലും സഹായം അതിന് ചെയ്യണം. അവർക്ക് പാട്ട് പാടി നല്ല കാശ് കിട്ടുന്നില്ലേ? അത് തന്നെ, ഒരു ദിവസം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. നമ്മളാണെങ്കിൽ ഒരു പണിയുമില്ലാതെ തെക്കോടൊക്കെ നടക്കാം. അതിന് നിങ്ങൾ പണിക്ക് പോകാഞ്ഞിട്ടില്ല. മോട്ടു, നീ ഞങ്ങളെ പണിക്ക് വിടണ്ട, മനസ്സിലായോ? എങ്കി പിന്നെ അവനെ നോക്കി അസൂയപ്പെടണ്ട കേട്ടോ. പിന്നെ എന്തിനാ അസൂയപ്പെടുന്നത്? നിങ്ങളിങ്ങനെ പരസ്പരം വഴിക്കടിക്കാണ്ടിരിക്കുന്ന ബബ്ബസാറ്. എത്ര മനോഹരമായ സംഗീതം, എന്തൊരു നല്ല ശബ്ദം. മനസ്സിലായില്ലേ? നമ്മുടെ തെരുവുകാരുടെ പാട്ടാണ് പറഞ്ഞത്. എന്ത് രസമാണ് കേൾക്കാൻ. ഞങ്ങളും അതാ പറഞ്ഞോണ്ടിരിക്കുന്നേ. എന്തായാലും അവരുടെ പാട്ട് എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാ. ഞങ്ങളിതുവരെ അവരെ കണ്ടിട്ടില്ല. അല്ല ഗംഭീര, ഞങ്ങൾ കണ്ടിട്ടില്ല. കാണണം, കേൾക്കണം, അവരെ മനസ്സിലാക്കണം, അവരുടെ കഴിവുകളെ അംഗീകരിക്കണം. ഞാൻ മിക്ക ദിവസവും അവനെ പോയി സഹായിക്കാറുണ്ട്. പാവ അന്തന്മാരല്ലേ. വളരെ നല്ലത്. ഡെയിലി നമുക്ക് കഴിയാവുന്ന സഹായം അവർക്ക് ചെയ്യണം. അല്ല സാറേ, നമുക്ക് അവരെ ജംഗിൾ ടിവിയിലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിച്ചാലോ? അത് നല്ലൊരു ഐഡിയ. ജംഗിൾ ചാനലിന്റെ MD എൻ്റെ ഒരു ഫ്രണ്ടാ. അദ്ദേഹം വഴി അവർക്ക് അവിടെ ചാൻസ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അവരുടെ കഴിവ് വെച്ചിട്ട് അവർക്ക് സെലക്ഷൻ കിട്ടുമെന്ന് ഉറപ്പാ. ഒരു ചാൻസ് കിട്ടാത്തത് കൊണ്ടല്ലേ. പറഞ്ഞത് നേരാട്ടോ. എന്നാലേ നമുക്ക് നേരം കളയണ്ട, മീറ്റിംഗ് തുടങ്ങാം. അതൊക്കെ നടക്ക്. ശരി. പറഞ്ഞിട്ട് ഞാനത് മറന്നു പോയതാ. കേറിക്കോളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാ. അതെ, ഇന്നത്തെ കളക്ഷൻ കുഴപ്പമില്ലാട്ടോ. ഈ കാട്ടിലുള്ളവരുടെ കാരുണ്യം. ആ പറഞ്ഞത് ശരിയാ. നിങ്ങൾക്ക് ചില ഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ത് ഭാഗ്യമാണാവോ? അതൊക്കെ വമ്പൻ സാറ് പറയും. എന്തായാലും നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കുകയാ. അതെ അതെ, അത് പറയാതിരിക്കാനാവില്ല. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ നന്മ, അത്ര മാത്രം. വേഗം വാ, നമ്മുടെ വമ്പൻ സാർ അവിടെ കാത്തിരിക്കാം. ഇങ്ങോട്ട്. കയ്യിൽ പൂത്ത കാശാണ്. നേരാ, എത്ര ദിവസമായി നമ്മുടെ കാട്ടിൽ കിടന്ന് വിലസുന്നു. ഇനിയിപ്പോ കുറച്ചു ദിവസം കൂടി നിന്ന നമ്മുടെ കാട് അവർ വെളുപ്പിക്കണ്ട.
അല്ല ഗംഭീറെ, നമ്മുടെ ഈ പ്ലാൻ വിജയിക്കുമോ? ധൈര്യമായിട്ട് വായോ. പണം ഉണ്ടാക്കാനുള്ള വഴിയിൽ എന്ത് കൊന്ത്രണ്ടവും പറ്റണം, ഏത് പ്രതിസന്ധിയിലും തരണം ചെയ്യണം. അത് മതി, ടെൻഷൻ എടുപ്പിക്കാതെ കൂടുതൽ പറഞ്ഞു. കബലിന് പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ടോന്ന് ചോദിച്ചാ കുറച്ച് പേടിക്കുന്നുണ്ട്. എന്റെ കൂടെ നിന്നാ മതി, ബാക്കിയൊക്കെ ഞാനേറ്റില്ലേ. എന്റെ പേടി. എന്നാ വാ, നമുക്ക് നടക്കാം. വാ. നടക്ക് വേഗം കിട്ടുന്നിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതെ, കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച ഓഡിയേഷന് പോകേണ്ടി വരും കേട്ടോ. സാറേ, ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ. ഏയ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള കഴിവുണ്ട്. വളരെ നന്ദിയുണ്ട് സാർ. നന്ദി പറയേണ്ടത് ഈശ്വരനോടാ. ഞാൻ വെറും ഒരു ഇടനിലക്കാരൻ മാത്രം. ആ, പിന്നെ പീലിയെ കാണാറില്ലേ? ഉണ്ട് സാർ. സാറിന്റെ ഒരുപാട് ശിഷ്യന്മാര് ഞങ്ങളെ സഹായിക്കാറുണ്ട്. ഓക്കെ, ശരി. എങ്കിൽ നിങ്ങൾ ചെല്ലേ. ഓഡിയേഷന്റെ കാര്യം ഇല്ല മറക്കണ്ട. സാർ. ഇല്ല സാർ. പ്രാക്ടീസ് നന്നായിട്ട് വലിയ നടന്നോട്ടെ. ഉപകാരം. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സാർ. പാവങ്ങൾ. ദേ, പിന്നെ സാറന്മാരെ, ഞങ്ങളുടെ ഇതുവരെയുള്ള സമ്പാദ്യമാ. നോ പ്രോബ്ലം, നിങ്ങൾ പേടിക്കണ്ടെന്ന്. ഓഡീഷൻ വിജയിക്കുമല്ലോ അല്ലേ? തീർച്ചയായും ഈ പണം അതിനുള്ളതല്ലേ. പിന്നെ ഞങ്ങൾ പണം തന്ന കാര്യം പമ്പൻ സാർ അറിയരുത് കേട്ടോ. അറിയരുത് അറിയരുത്, നിങ്ങൾ അറിയിക്കാതിരുന്നാ മതി. ആ, അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. എങ്കിലേ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പിന്നെ ഓഡിയേഷൻ ഞങ്ങൾ രണ്ടുപേരായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. മതി മതി. അപ്പൊ നമുക്ക് ഓഡിയേഷന് വെച്ച് കാണാം കേട്ടോ. ശരി ശരി. ഓഡിയേഷൻ നമുക്കൊന്ന് തകർക്കണം. പിന്നല്ലാണ്ട് ഈശ്വരാ, തെരപ്പിണക്കൽ നീ പണം ഇവിടെ പോയി വന്നേ. കൊടുത്തത് പമ്പൻ സാർ എങ്ങാനും അറിഞ്ഞാല്. അറിയരുത്, അറിഞ്ഞാ പ്രശ്നമാവും. ആരാ അത്? ആരോ വരുന്നുണ്ടല്ലോ. കപിലും ഗംഭീരോ എന്തോ ഉണ്ടല്ലോ. എന്താ എന്താ ഒരു സംസാരം? കപിലും ഗംഭീരും ഒക്കെ എന്താ ഇവിടെ? പീലിയോ? ഒന്നുമില്ല. അല്ല, ആ ഗംഭീരും കപിലും എന്തിനാ വന്നേ? അത് പിന്നെ അവരിങ്ങനെ വെറുതെ. എന്തോ കുഴപ്പമുണ്ട്. ആ ആ പിന്നെ വമ്പൻ സാറിനെ കണ്ടിരുന്നു. അടുത്ത ആഴ്ച ഓഡീഷൻ. അതെയോ? ഈശ്വര, കാത്ത് രക്ഷിക്കണേ. എന്തായാലും ഓഡീഷന് നന്നായിട്ട് തയ്യാറെടുക്കണം കേട്ടോ. പേടിയാകുന്നു പീലി. ധൈര്യമായിരിക്കെ, എല്ലാം ശരിയാവുന്നേ. അല്ല ഗംഭീറെ, ഇനി അവർ നമ്മളെ തിരിച്ചറിയുമോ? എവിടെ അറിയാൻ? അന്ധന്മാരല്ലേ അന്ധന്മാര്. poor plates. പമ്പൻ സാർ അറിഞ്ഞാല് എങ്ങനെ അറിയാനാണ്? അല്ല, അവരൊക്കെ പറഞ്ഞാലോ? അവന്മാർ അന്ധന്മാർ, poor plates. കുറച്ച് ദിവസത്തേക്ക് കുശൽ. അല്ല, അവർക്ക് ഓഡിയേഷനിൽ കിട്ടൂ. തീർച്ചയായിട്ടും, കാരണം ഒരു നല്ല അസൽ പാട്ടുകാരല്ലേ, അവർക്ക് സെലക്ഷൻ ഉറപ്പാണെന്നേ. അപ്പൊ ഈ പണം നമുക്ക് ഉറപ്പാണ്. എന്തൊരു ബുദ്ധി. ടെൻഷനാവുക. നമസ്കാരം. ജംഗിൾ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. വാനമ്പാടി എന്ന ജംഗിൾ ഗാനോത്സവത്തിന്റെ ഓഡിയേഷൻ കഴിഞ്ഞു. ഇപ്രാവശ്യം അനേകം ഗായകർ പങ്കെടുത്ത ഓഡിയേഷനിൽ 20 പേരെ സെലക്ട് ചെയ്തു. ദൈവമേ, നമ്മുടെ മോട്ടും പപ്പീസും ഉണ്ടാവണേ. ടെൻഷൻ കേട്ട് നോക്കിയിരിക്കേ. അതെ, 20 പേരിൽ തെരുവ് ഗായകരായ 2 അന്ധരും ഉണ്ടായിരുന്നു. ദൈവമേ, നന്ദി. അങ്ങനെ നമ്മുടെ കൂട്ടുകാരെ രക്ഷപ്പെട്ടു. എന്റെ ദൈവമേ, കാത്തു. മറ്റൊരു പ്രധാന വാർത്ത, വരവിൽ കവിഞ്ഞ പണവുമായി പങ്കലങ്കാട്ടിൽ 2 പേർ അറസ്റ്റിൽ. കപിൽ, ഗംഭീർ എന്നിവരാണ് അറസ്റ്റിലായത്. ദേ, നമ്മുടെ ഗംഭീരും കപിലും. അയ്യോ. ആ, സാറേ, അപ്പൊ ഞാൻ ഊഹിച്ചത് തന്നെയാ ശരി. നമ്മുടെ മോട്ടുവിന്റെയും പപ്പീസിന്റെയും പണമാ അത്. ആ, സത്യം. ദൈവത്തിന്റെ ഓരോ കളികൾ. തിന്മയ്ക്ക് ഒരു നന്മ, അല്ലേ? അതായത് മക്കളെ, പാവപ്പെട്ട അന്ധന്മാരുടെ പണം തട്ടിയ കപിലും ഗംഭീറും ജയിലും. ഒന്നും അറിയാത്ത പാവങ്ങൾ ലക്ഷങ്ങളുടെ മനസ്സിൽ. ഈശ്വര, അങ്ങേക്ക് നന്ദി. അങ്ങയുടെ ഇടപെടലിന് നന്ദി. കപിലിനും ഗംഭീറിനും ഇതൊരു മാനസാന്തരത്തിലുള്ള വേളയാക്കണമേ. ഉല്ലാസപൂത്തിരിൽ നിന്നും ഇനി നമ്മൾ എത്തുന്നത് വചനവുമായി വരുന്ന ടിങ്കുവിന്റെ അടുത്തേക്ക്. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ.
ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ ടിങ്കു, വെക്കേഷനായിട്ട് എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? നല്ലായിരിക്കുന്നു അങ്കിൾ. അത് ശരി, വെക്കേഷനിൽ എന്തൊക്കെയായിരുന്നു നീ ചെയ്തത്? ഞാന് ആ ക്യാമ്പിനൊക്കെ പോയി. ഓ, ക്യാമ്പിനൊക്കെ പോയായിരുന്നോ? അത് ശരി. അപ്പോൾ ക്യാമ്പിന് പോയിട്ട് എന്തൊക്കെയാ പഠിച്ചത്? പാട്ടുകൾ പഠിച്ചു. ആഹാ, പാട്ടുകളൊക്കെ പഠിച്ചു. പദങ്ങൾ പഠിച്ചു. ആഹാ, കഥകളൊക്കെ പഠിച്ചോ? അതെ അതെ. ഓക്കെ, അങ്ങനെയെങ്കിൽ ക്യാമ്പിന് പഠിച്ച നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊന്ന് പാടാവോ? ഞാൻ പാടാം. ഓക്കെ, അപ്പം പാട്ട് പാടാൻ വേണ്ടി പോവുകയാണ്. കൂട്ടുകാരൻ ക്യാമ്പിനൊക്കെ പങ്കെടുത്ത് കാണും അല്ലേ? കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ട്. ടിങ്കുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നമുക്ക് വേണ്ടി ഇപ്പോൾ പാടാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പാടട്ടെ അങ്കിൾ? ഓക്കെ, പാടിക്കോ. ഞാൻ പാടണം. അയ്യോ, അതെന്താ ഇപ്പം അങ്ങനെ പറയുന്നേ? എനിക്ക് ആ, നാണാവുന്നു. അയ്യോ, നാണിക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. നീ അങ്ങ് പാട്. എനിക്ക് നാണാവുന്നു. കുഴപ്പമില്ല, നീ അങ്ങ് പാട്. നന്നായിട്ട് നിനക്കറിയാലോ പാടാനൊക്കെ. ഞാൻ പാടട്ടെ. ആ ഓക്കെ, പാടിയേ. അൻ്റെതാണ്. ഓ, 1 2 3 പറയണമെന്ന്. ടിങ്കുവിന് എപ്പോഴും അങ്ങനെയാണ്. 1 2 3 പറഞ്ഞാലേ പാട്ട് വരത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റെഡി? 1. നീ പറയണ്ട കേട്ടോ, ഞാൻ പറഞ്ഞോളാം. നീ അങ്ങനെ തെറ്റിക്കരുത് എപ്പോഴും. റെഡി? 1 2 3 സ്റ്റാർട്ട്. എനിക്ക് നാണാവുന്നു. പിന്നെ വല്ലാത്ത നാണാണല്ലോ. ആ പാട്ടൊന്ന് പാടിയേ. ഞാൻ പാടാം. ഒന്നും കൂടി. ആ ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇത്തേതക്കാരൻ ആ ഇത്തേതക്കാനായി ആ ഇത്തായി ആടികാടി തുള്ളിച്ചാടി അമ്മേ. ആ നല്ലല്ല ആ നല്ലല്ല കോതങ്ങല്ല ആ ചോളമല്ല ആ തിരുവചനാകുന്ന ആ ജീവന്റെ വിത്ത്. നല്ലതാണോ? ഓ, നന്നായിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പാട്ട് പാടി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പാട്ടിൽ നല്ലൊരു ആശയമുണ്ടല്ലോ. ഉണ്ട് ഉണ്ട്. ഇതാര് പറഞ്ഞ കഥയാണ്? യേശു കർത്താവ് പറഞ്ഞ കഥ. യേശു കർത്താവ് പറഞ്ഞ കഥയാണിത്. ഓക്കെ, ഈ കഥകൾക്ക് പറയുന്നത് ഉപമകൾ എന്നാണ്. എന്താ പറയുക? എനിക്കറിയാം. ഓക്കെ, ശരി. നമ്മളെല്ലാം നമ്മുടെ നാട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട് ഉണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. ഓക്കെ, കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്? നന്നായി ആ നില ഒഴുകും. ആ ശരിയാണ്, നിലം നന്നായിട്ട് ഒഴുകണം. പിന്നെ അതിലെ ചപ്പും ചവറുകളെല്ലാം മാറ്റണം, മുള്ളുകളെല്ലാം മാറ്റണം. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് നിലം ഏറ്റവും വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ വിത്ത് നമ്മൾ പാകുക. യേശു കർത്താവ് ഈ കഥ പറയുമ്പോൾ അതിലൂടെ ചില ആശയങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ കഥ പറയാനായിട്ട് ഇടയായി തീർന്നത്. അതെന്താ? ആദ്യം നമുക്ക് കഥ കേൾക്കാം അല്ലേ? എനിക്കറിയാം. നിനക്കറിയാവോ കഥ? ഞാൻ അറിയട്ടെ. ആ വിത്തുവിതക്കാരൻ ആ വിത്ത് വിതയ്ക്കാനായി പോയി. ആ ശരിയാണ്, വിത്ത് വിതക്കാരൻ വിത്ത് വിതയ്ക്കാനായിട്ട് പോയി. പോകുന്ന വഴിക്ക് ചില വിത്തുകൾ വഴിയരികിൽ വീണു. ചിലത് പാറ സ്ഥലത്താണ് വീണത്, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. വഴിയരികിൽ വീണതിന് എന്താ സംഭവിച്ചതെന്ന് ടിങ്കുവിനറിയാമോ? അറിയാം. എന്താ സംഭവിച്ചത്? പക്ഷികളൊക്കെ ശരിയാണ്, പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി. എന്നാൽ പാറ സ്ഥലത്ത് വീണു, അത് പെട്ടെന്ന് മുളച്ചൊക്കെ വന്നു. പക്ഷേ സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് കാരണം അതെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. എന്നാൽ മുള്ളിനിടയിൽ വീണു. മുള്ളിനിടയിൽ വീണതിന് എന്താ പറ്റിയത്? വളരെ ശരിയാണ്, മുള്ളതിനെ ഞെരുക്കിക്കളഞ്ഞു. എന്നാൽ നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണതിന് എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്താ സംഭവിച്ചത്? അത് 30ഉം 60ഉം 100 മേനിയായി കൊയ്യുവാനിടയായി തീർന്നു. എത്ര മേനിയാണ്? 30, 60, 100 മേനി. വെരി ഗുഡ്. ഇതിലൂടെ ഒരാശയമുണ്ട്. എന്താ? അതായത് ഈ വിത്തെന്ന് സൂചിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എനിക്കറിയാം, ജീവന്റെ വിത്ത്. ജീവൻ്റെ വിത്ത്. ഈ വിത്ത് വീഴുന്ന സ്ഥലം നമ്മുടെ ഹൃദയമാണ്. വഴിയരികിൽ വീണു എന്ന് പറയുന്നത് നമ്മുടെ വഴിക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താ? ആളുകൾ നടന്ന് നടന്ന് വളരെ കഠിനപ്പെട്ട ഉറച്ച സ്ഥലമാണ് വഴി എന്ന് പറയുന്നത്. ഇവിടെ വീണ വിത്തുകൾ ഒരിക്കലും താഴോട്ട് പോകില്ല. അതുകൊണ്ടാണ് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയത്. ചില ഹൃദയങ്ങൾ വളരെ കഠിനപ്പെട്ടതാണ്. അത് ദൈവത്തിൻ്റെ വചനത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കില്ല. അവിടെ വീണ വിത്തുകൾ വഴിയരികിൽ വീണ വിത്ത് പോലെയാണ്. പാറസ്ഥലത്ത് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? വിത്ത് അത് വീണു, അത് മുളച്ചു വന്നു. എന്നാൽ സൂര്യൻ്റെ ചൂട് വന്നപ്പോൾ, ചില പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോയി. ചില ഹൃദയങ്ങളിൽ വിത്ത് വീഴുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ കൂടെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല,
അല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്ത പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഈ വിത്ത് ഉണങ്ങിപ്പോകും. എന്താ ടിങ്കു? അപ്പോൾ മുള്ളിനിടയിൽ വീണതോ? ചില വിത്ത് അതിൻ്റെ കൂടെ തന്നെ ചില സ്വഭാവങ്ങൾ കൂടെ വളർന്നു വരും, ചീത്ത സ്വഭാവങ്ങൾ. ആ ചീത്ത സ്വഭാവങ്ങളുടെ കൂടെ വിത്ത് വളരാനായിട്ട് സാധിക്കില്ല. കാരണം ഈ സ്വഭാവമാകുന്ന മുള്ളുകൾ നമ്മുടെ വിത്തിനെ ഞെരുക്കിക്കളയും. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് എങ്ങനെയാണെന്നറിയാമോ? അങ്ങൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? എനിക്കറിയാം. എത്രയാ? 30, 60, 100 മേനി. അതെ അതെ. അപ്പം നല്ല നിലത്ത് വീണെന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ തെറ്റുകളെല്ലാം ഏറ്റുപറയുന്ന നല്ല സുന്ദരമായ ജീവിതം. നമ്മുടെ പാപത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനാണ്. നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന നല്ല ഹൃദയങ്ങളിലാണ് ആ വിത്ത് വീഴേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായി കൊയ്തെടുത്ത അനുഭവം ഉണ്ടാകുകയുള്ളൂ. അതെ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നല്ല നിലത്ത് വീണ വിത്തുപോലെ 30, 60, 100 മേനിയായി കൊയ്തെടുക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഓക്കെ. നർമ്മവും നന്മയും കലർന്ന ഇന്നത്തെ കാഴ്ചകൾ ഇഷ്ടമായോ? പേൻ എടുക്കുക, എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും കാലം. അടുത്ത ആഴ്ച കാണുന്നതുവരെ വിട.